ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് കത്തയക്കുന്ന ലോക കേരള സഭയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് ലോക കേരള സഭയുടെ പ്രതിനിധികൾക്ക് കത്തയക്കുന്നത്. അവർക്ക് അവിടെ നിക്ഷേപം നടത്താനുള്ള 7 തരം കാറ്റഗറികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡയമണ്ട് കാറ്റഗറി 3 കോടി രൂപയുടെ നിക്ഷേപം. 3 കോടി രൂപയുടെ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷത്തിൽ 5 ദിവസം ശബരിമലയിൽ നിർലോഭമായിട്ടുള്ള ദർശനം, ആരും നിങ്ങളെ തടസ്സപ്പെടുത്താതെ തിരക്കിലൊന്നും നിൽക്കാതെ ഇഷ്ടമുള്ളത്ര സമയം നിങ്ങൾക്ക് തൊഴാൻ പറ്റുന്ന പോലെ ഒരെണ്ണം മണ്ഡലപൂജയുടെ സമയത്ത്, ഒരെണ്ണം മാസപൂജയുടെ സമയത്ത്, ഒരെണ്ണം ചിത്രാട്ട വിശേഷത്തിൻ്റെ സമയത്ത്, അങ്ങനെയുള്ള 5 പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളിൽ 5 ദർശനങ്ങൾ, 5 പാക്കറ്റ് അരവണ, 5 പാക്കറ്റ് അപ്പ, അങ്ങനെ പ്രസാദ കിറ്റ്, 5 ഡയറി, പമ്പയിൽ പ്രത്യേക പാർക്കിംഗ് ലോട്ട്, ഇങ്ങനെ ഒരു ഡയമണ്ട് കാറ്റഗറി. അതിന് താഴെ പ്ലാറ്റിനം കാറ്റഗറി. 1 കോടി രൂപ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നിക്ഷേപത്തിൻ്റെ സംഖ്യ മാറുന്നതിനനുസരിച്ചിട്ട് സൗകര്യങ്ങൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പത്തിൻ്റെ അരവണയും പാക്കറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 3 കോടി കൊടുക്കുന്ന ആൾക്ക് 5 പാക്കറ്റ് അരവണയും 1 കോടി കൊടുക്കുന്ന ആൾക്ക് 2 പാക്കറ്റ് അരവണയും, അങ്ങനെ എന്തോ വ്യത്യാസമാണ്. അതായത് പണം സ്വരൂപിക്കുക എന്നുള്ളതാണ്. ഇവിടെ കൊടുക്കാവുന്ന പ്രിവിലേജസിന് ഒരു പരിമിതിയില്ല. ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിക്കാനൊന്നും പറ്റില്ലല്ലോ. അവിടെ വന്നൊന്ന് തൊഴാനുള്ള അവസരം, ആ സമയം തന്നെ അങ്ങനെ പണം കൊടുക്കുന്ന ആളുകൾക്ക് അധികമായി കൊടുക്കുന്നത് ശരിയാണോ? പണമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ശബരിമലയിൽ ഈ പറയുന്ന അത്രയും സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഭക്തർ ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കയറി വരുന്ന സമയത്ത് അവർക്കില്ലാത്തൊരു പ്രത്യേക പ്രിവിലേജ് 5 കോടി രൂപ സർക്കാരിന് കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ അതൊരു നിക്ഷേപ സംഗമമാണ്. ശബരിമലയുടെ മറവിൽ സർക്കാരിന് ധനം സമാഹരിക്കാൻ, പണം സമാഹരിക്കാനുള്ളൊരു വഴിയാണ്.